പിറ്റേന്ന് രാവിലെ ഡെൽമ ഫ്രഷായി വന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തല തോർത്തി മുടി ഹെയർ ഡ്രയർ വെച്ച് ഉണക്കുവാണ്. അന്നേരം എഡ്ഡി ജോഗിങ് കഴിഞ്ഞ് വന്നതായിരുന്നു. ബീം ബാഗിലിരുന്ന് കോഫിയും സിപ്പ് ചെയ്ത് ന്യൂസ് പേപ്പർ വായിക്കുവാണ് കക്ഷി. അന്നേരം ഡെൽമ മുടിയൊക്കെ വിടർത്തിയിട്ട് മുടി ഉണക്കുവാണ്. ഒരു ഷിഫോൺ സാരി ആയിരുന്നു അവളുടെ വേഷം. അതിലവളെ കാണാൻ ഒന്നുകൂടെ സുന്ദരിയായിരുന്നു. ഇടയ്ക്കിടെ അവൻ അവളുടെ സൗന്ദര്യം ഒളി കണ്ടിട്ട് ആസ്വദിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ കുറച്ച് വായിച്ചു കഴിഞ്ഞതും ശേഷം എഡ്ഡി ആരെയോ കേൾപ്പിക്കാനെന്നവൻ ഉറക്കി എന്തൊക്കെയോ വായിക്കുവാണ്. പട്ടാപ്പകൽ മോഷണം, വീട്ടമ്മയെ വെട്ടി നുറുക്കി പെട്ടിയിലാക്കി. കർത്താവെ, അവൻ്റെ തലയിൽ എടുത്തി വീഴും. നോക്കിക്കോ, മേലനങ്ങി പണിയെടുക്കാതെ അവൻ കക്കാൻ ഇറങ്ങിയിരിക്കുന്നു. സ്വന്തം മാതാവ് പിഞ്ചു കുഞ്ഞിനെ മൃഗീയമായി കൊലപ്പെടുത്തി കാമുകനോടൊപ്പം ഒളിച്ചോടി. അവളൊക്കെ ഒരു അമ്മയാണോ? അവളുമാരെയൊക്കെ ചാട്ടവാറ് കൊണ്ട് അടിക്കുക വേണ്ടത്, അല്ല പിന്നെ. യുവതിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ചാക്കിലാക്കി ഉപേക്ഷിച്ചു. കർത്താവെ, ഇത് ചെയ്ത തെണ്ടികളെ മൂർഖം പാമ്പ് കൊത്തി അവന്മാരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിലെ വണ്ടി ഇടിച്ച് ചാവണേ. എഡ്ഡി ഓരോ ഹെഡ്ലൈനും വായിച്ച് ഉറക്കെ എന്തൊക്കെയോ പറയുവാണ്. സ്ത്രീധന പ്രശ്നം, ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്ന ഭർത്താവ് ഒളിവിൽ. സ്ത്രീ തന്നെ ഒരു ധനമല്ലിയോടെ കുട്ട, പിന്നെ എന്തിനാടാ വേറെ ഒരു ധനം? ദേ എന്നെ നോക്ക്, ദോ ആ നിൽക്കുന്ന മുതലിനെ മാത്രം മതിയെന്ന് പറഞ്ഞതാ. പക്ഷെ അവളുടെ പപ്പ കേൾക്കണ്ടേ? അവരവരുടെ മകൾക്ക് എന്താണ്ടൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അങ്ങനെയാവണം ആണുങ്ങൾ. യുനോ ആം എ ജെം. ഇതൊക്കെ ഉറക്ക വായിച്ച ശേഷം എഡ്ഡി ഡെൽമയെ ഇടം കണ്ടിട്ട് നോക്കുവാണ്. ഇത് ഡെൽമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞതും കഴിഞ്ഞ അവൻ്റെ കയ്യിലെ പത്രം തട്ടിപ്പറിച്ചുകൊണ്ട് ഡെൽമ ചോദിച്ചു. ഇല്ല, കഴിഞ്ഞില്ല, ഇനി ഒന്നുകൂടി വായിക്കാനിരിക്കുമായിരുന്നു. ഭർത്താവിൻ്റെ തലമണ്ട തല്ലിപ്പൊട്ടിച്ച് സൈക്കോ ഭാര്യയെ നാട്ടുകാർ പിടികൂടി ഭ്രാന്താശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇങ്ങനെ പോയാലേ അതുപോലെ എനിക്ക് ചെയ്യേണ്ടി വരും. അല്ല, ഇതൊക്കെ ഉള്ള വാർത്തയാണോ അതോ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി വായിക്കുന്നതാണോ? ഹേ, ശരിക്കുള്ളതാ. എന്തോരം കുറ്റകൃത്യങ്ങളാ ദിവസവും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ? ശോ, നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണാവോ? നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നേ എനിക്കറിയില്ല. നിങ്ങളുടെ പോക്കെ എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഡോ പോലീസേ, തൻ്റെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ കേൾപ്പിച്ചിട്ടേ ഞാൻ നാഗവല്ലി ആവുമെന്ന് കരുതിയോ? ഞാനും അശ്വിനല്ലാതെ വേറെ ആരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള തൻ്റെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. കൊള്ളാം. എന്നാ കേട്ടോ, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അത് മറ്റൊരാളാ. അതാരാണെന്നറിയാനേ ACP സാറേ ഒന്നുകൂടി ജനിക്കണം എന്നും പറഞ്ഞ് ന്യൂസ് പേപ്പറും അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അവന് നേരെ പുച്ഛം വാരി വിതറി അവിടെ നിന്ന് പോവാൻ ഒരുങ്ങിയതും എഡ്ഡി ഇരുന്നിടത്ത് നിന്ന് കാൽ നീട്ടി വെച്ച് ന്യൂസ് പേപ്പർ വായന തുടർന്നു. എഡ്ഡി കാൽ നീട്ടിയതും ഡെൽമ നടക്കാൻ ഒരുങ്ങിയതും ഒരുമിച്ചായിരുന്നു. അയ്യോ, എൻ്റെ മാതാവേ, എൻ്റെ നടു ഒടിഞ്ഞേ. മമ്മി, എൻ്റെ നടു എന്നും പറഞ്ഞ് ഡെൽമ നിലത്തിരുന്ന് നടുവും തടവി കിടക്കുവാണ്. കരച്ചിൽ കേട്ടതും എവിടെ നിന്നാണ് ഒരു വൃത്തികെട്ട ശബ്ദം എന്ന് പറഞ്ഞ് എട്ടി ചുറ്റും കണ്ണോടിച്ചു. ഡോ മനുഷ്യ, എവിടെ? എന്നെ തള്ളിയിട്ടിട്ടേ താനിത് എങ്ങോട്ട് നോക്കുക എന്ന് ഡെൽമ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവൻ ഡെൽമയെ കാണുന്നത്. അയ്യോ, ഇച്ചായൻ്റെ കൊച്ചായിരുന്നു. എന്നാ പറ്റിയതാടി? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ, എന്നെ മനഃപൂർവ്വം വീഴ്ത്തിയിട്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ എൻ്റെ കൊച്ചിനോട് അങ്ങനെ ചെയ്യോ? അന്നേരാണ് ഡെൽമയുടെ കരച്ചിൽ കേട്ട അമ്മച്ചി അങ്ങോട്ട് വന്നത്. കർത്താവെ, എഡിയെ, എന്നാടാ കൊച്ചിന് പറ്റിയത്? ഒന്നുമില്ല എൻ്റെ അമ്മച്ചിയെ, ചെറുതായി കാൽ സ്ലിപ്പായി വീണതാ. എന്നിട്ട് നീ അതും കണ്ട് ആസ്വദിച്ചിരിക്കുക? മോളെ എടുത്ത് ബെഡിൽ കിടത്തിക്കേ. എൻ്റെ അമ്മച്ചിയെ, അതിന് മാത്രം ഒന്നുമില്ല, അവൾ തനിയെ എഴുന്നേറ്റോളും. അയ്യോ അമ്മച്ചി, എനിക്ക് ഒരടി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ നടു പോയി. ഞാൻ നടക്കാൻ നേരം കാൽ നീട്ടി എന്നെ മനഃപൂർവ്വം വീഴ്ത്തിയതാ. ആണോടെ എഡിയെ? എൻ്റെ അമ്മച്ചിയെ, ഇവൾ ചുമ്മാ. നീ എന്തായാലും ഈ കൊച്ചിനെ എടുത്ത് ബെഡിൽ കിടത്തിക്കേ. വയ്യാത്ത കൊച്ചല്ലേ. ഇന്നിന് താഴെ ഇറങ്ങാനൊന്നും നിൽക്കണ്ട. ആ നോഹയും എസ്തറും കുറേ നേരമായി ചിക്കുവാൻ്റെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നു. ഇവളെ താഴെ കാണാത്ത സ്ഥിതിക്ക് അവരിങ്ങോട്ട് കയറി വരും. കൊച്ചു പിള്ളേർക്ക് അറിയില്ലല്ലോ. അവരെവിടെ എങ്ങാനും വന്നാലേ ഇവളുടെ മേലേക്ക് ചാടി കയറി ഉള്ള ആരോഗ്യവും പോയി കിട്ടും. അതുകൊണ്ട് അക്കാര്യമൊക്കെയും ശ്രദ്ധിക്കേണ്ട ചുമതല നിൻ്റേതാണ്. കേട്ടോടാ അടിയെ? ഇന്ന് നീ ഇവളുടെ കൂടെ തന്നെ കാണണം. കർത്താവെ, ഞാനോ? അത് പറ്റത്തില്ല. എനിക്കിന്ന് DIG ഓഫീസ് വരെ പോവേണ്ടതാ, പുതിയ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. പുതിയ കേസോ? തൽക്കാലം നീ കുറച്ച് ദിവസം ലീവ് എടുത്ത് ഹണിമൂണൊക്കെ ആഘോഷിച്ച് അത് കഴിഞ്ഞ് ജോലിക്ക് കയറിയാൽ മതി. പിന്നെ ബെസ്റ്റ്, എനിക്ക് എന്തോന്ന് ഹണിമൂൺ, മര്യാദക്ക് ഫസ്റ്റ് നൈറ്റ് പോലും നടന്നിട്ടില്ല. അതും മനസ്സിൽ പറഞ്ഞ് അമ്മച്ചിയോട് തുടർന്നു. ഈ സമയത്ത് ലീവ് എടുത്താലേ പിന്നെ ജീവിതകാലം മുഴുവനും ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും. അതൊന്നും പറ്റത്തില്ല. പറ്റണം. അമ്മച്ചി വിട്ടുകൊടുത്തില്ല. പറ്റത്തില്ല അമ്മച്ചി. അയ്യോ അമ്മച്ചി, പറ്റുമോ? പറ്റാതിരിക്കുമോ? എന്നാ വേണേലും ചെയ്യും. ഇപ്പം എന്നെ ഒന്ന് ഇവിടെ നിന്ന് പൊക്കിയെടുക്കാൻ പറ അമ്മച്ചി. ദേണ്ടടാ ചെറുക്ക, കൊച്ചി ഇപ്പോഴും തറയില്ല. അത് കേട്ടതും എട്ടി അവളെയും പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. നല്ല വേദനയുണ്ടോ കൊച്ചെ?
അമ്മച്ചി അവളുടെ മുടിയിലൂടെ വിരലോടിച്ചോട് ചോദിച്ചു. ഡെൽമ അതേയെന്ന പോലെ തലയണക്കി. മോളിവിടെ കിടക്ക്, അമ്മച്ചി മരുന്ന് പുരട്ടി തരാവേ എന്നും പറഞ്ഞ് അമ്മച്ചി മരുന്നെടുക്കാൻ പോയി. അവർ പോയതും ഇത് അഭിനയല്ലടി ഡ്രാമാക്യൂനെ, പിന്നെ നിങ്ങൾക്കത് പറയാം, എൻ്റെ നടുവ് ഒടിഞ്ഞത്. എൻ്റെ പപ്പ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കെട്ടിക്കൊണ്ടുവന്ന അന്ന് തന്നെ മരുമോൻ ചെയ്തത് അമ്മായിയപ്പൻ കാണട്ടെ. അവളത് പറഞ്ഞു കഴിഞ്ഞതും അമ്മച്ചി ഒരു കുഴമ്പുമായി വന്നു. ഡാ, നിനക്ക് മോളുടെ നടുവിന് മരുന്ന് പുരട്ടാൻ പറ്റുമല്ലോ, എനിക്കിത്തിരി തിരക്കുണ്ട് എന്നമ്മച്ചി പറഞ്ഞതും എഡ്ഡിയുടെ മനസ്സിലെ ലഡ്ഡു കൊണ്ട് ഒരു സ്ഫോടനം തന്നെ ഉണ്ടായി എന്ന് വേണം പറയാൻ. അതിനൊക്കെ ചോദിക്കാൻ എന്തിരിക്കുന്നു എൻ്റെ അമ്മച്ചിയെ, എപ്പോൾ പുരട്ടിയെന്ന് ചോദിച്ചാൽ മതി എന്ന് മനസ്സിൽ പറഞ്ഞ് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി. എന്നാൽ അമ്മച്ചി ചെന്നാട്ടെ, ഞാൻ മരുന്ന് പുരട്ടിക്കൊടുത്ത് വരാം എന്നവൻ പറഞ്ഞതും അമ്മച്ചി അവനെ ഒന്ന് ഇരുത്തി നോക്കിപ്പോയി. അവർ പോയതും എഡ്ഡി ഡോർ ലോക്ക് ചെയ്ത് അവളെ ഒന്ന് നോക്കി കള്ളച്ചിരിയോടെ അവളുടെ അരികിൽ പോയിരുന്നു. യെസ് മിസ്സിസ് ഡെൽമ എഡിൻ, കാണിക്കൂ, എവിടെയാണ് വേദന? അതൊന്നും വേണ്ട, ഞാൻ പുരട്ടിക്കോളാം. ആഹാ, അതൊന്നും പറ്റത്തില്ല, അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയാ. ഏൽപ്പിച്ച പണി വെടിപ്പായി ചെയ്തില്ലേ മേരിക്കൊച്ച് ചാളമേരിയേക്കാൾ തറയാവും. അതുകൊണ്ട് മോൾ ആ വേദനിക്കുന്ന ഭാഗമൊന്ന് കാണിച്ചേ, ഇച്ചായന് മസാജ് ചെയ്ത് തരാവേ. ആള് സ്ഫടികത്തിലെ പാട്ടൊക്കെ പാടുവാണ്, ഞാനിന്ന് മസാജ് ചെയ്ത് മരിക്കും, നോക്കിക്കോ. എഡ്ഡി പാട്ടും പാടിക്കൊണ്ട് അവളുടെ അരികിൽ വന്നിരുന്നു. വേണ്ട, ഞാൻ ചെയ്തോളാം, ഡെൽമ ഉള്ളിലെ പതർച്ച മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മച്ചി, ഈ കൊച്ചു സമ്മതിക്കണില്ല, എഡിൻ കുറച്ച് ഉറക്കെ വിളിച്ചു പോയി. അതിന് അമ്മച്ചി വിളിച്ചു പോകുന്നത് എന്തിനാ? എന്നാ സാരി മാറ്റിക്കേ. വേണ്ട. എന്നാ ശരി, ഞാൻ തന്നെ ആ കർത്തവ്യം അങ്ങോട്ട് ഭംഗിയായി നിർവഹിച്ചേക്കാം എന്നും പറഞ്ഞ് അവളുടെ ഇടുപ്പിന് നേരെ കൈ നീക്കിയതും ഡെൽമ അവൻ്റെ കൈ കയറി പിടിച്ചു. ഹേയ്, വേണ്ട, ഞാൻ കാട്ടിത്തരാം എന്നും പറഞ്ഞവൾ ചരിഞ്ഞു കിടന്നു ഇടുപ്പിൻ്റെ ഭാഗത്തെ സാരി അല്പം നീക്കി. എഡിക്ക് അന്നേരം മനസ്സിലായി ഇത് ശരിക്കുള്ള വേദനയാണെന്ന്. അവൻ ഓരോ ഭാഗത്തായി തൊട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ വേദനയുണ്ടോ എന്നൊക്കെ. ശേഷം അവൻ മരുന്ന് നല്ല പോലെ തടവി കൊടുക്കുകയാണ്. ആള് നല്ല പോലെ അവസരം മുതലാക്കുന്നുണ്ട്. അവൻ്റെ കൈ അവളുടെ വയറിനെ നല്ല പോലെ തഴുകുന്നുണ്ട്. അവൻ്റെ കൈ പൊക്കിൽ ചുഴിയിലെത്തിയതും, അതെ, അവിടെ എനിക്ക് വേദനയില്ല, ഇയാളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആവുന്നുണ്ടല്ലോ, ആവണം, അതാണ് എനിക്കും വേണ്ടത്. മതി കൈയെടുത്തേ എന്നും പറഞ്ഞ് അവൾ നേരെ കിടന്നതും അവൻ്റെ കണ്ണ് അവളുടെ വയറാകെ ഓടി നടന്നു. അത് മനസ്സിലായതും അവൻ അവളെ തുറച്ചു നോക്കി സാരി നേരെയാക്കി. സീൻ പിടിച്ചു കഴിഞ്ഞാലേ സാറ് പോവാൻ നോക്ക്. ഇത് സീൻ പിടുത്തല്ലടി ഭാര്യ, ഇതാണ് റൊമാൻസ്, അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയാം. ഇത് പ്രേമല്ല, കാമാണ്. ഓ പിന്നെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തിൽ നോക്കി ആസ്വദിച്ചതിനാണോ നീ ഇങ്ങനെ വൃത്തികെട്ട പേരൊക്കെ ഇട്ട് ചങ്കിൽ കൊള്ളുന്ന വർത്തമാനം പറയുന്നത്? നീ പറഞ്ഞ ആ പേരുണ്ടല്ലോ, എനിക്കൊട്ടും ചേരില്ല. ചേരുമായിരുന്നല്ലേ നിന്റെ വെർജിനിറ്റി എപ്പോഴേ നഷ്ടപ്പെട്ടേനെ. പല രാത്രികൾ എനിക്കതിന് ചാൻസ് കിട്ടിയതാ. ഓരോന്ന് പറഞ്ഞ് മോള് ചുമ്മാ ഇച്ചായനെ കൊണ്ട് കടുങ്കൈയൊന്നും ചെയ്യിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് അവളെ തറപ്പിച്ച് നോക്കി നടന്നു നീങ്ങി. കുറച്ച് നടന്നു നീങ്ങി തിരിഞ്ഞു നടന്നു അവളുടെ അരികിൽ വന്ന് കാതിൽ പറഞ്ഞു. എനിവേ, യുവർ ടമ്മി ലുക്സ് വെരി ഹോട്ട് എന്നും പറഞ്ഞ് അവളുടെ കാതിൽ പതിയെ മുത്തി. ഇനിയും കാണുമാവോ ഇതുപോലുള്ള മനോഹരമായ ഡ്യൂട്ടീസ്? കുളിക്കാറാകുമ്പോഴേ പറയണേ, ഇച്ചായൻ ഓടി വരാം. ഇച്ചായനെ ഇന്ന് ഇവിടെ തന്നെ കാണും, നമുക്കിന്ന് 1.5 കുളി കുളിക്കണം എന്നും പറഞ്ഞ് അവളെ നോക്കി കണ്ണിറക്കി മുറിവിട്ടിറങ്ങി. ഗാർഡൻ ബെഞ്ചിലിരുന്ന് ഫോണിൽ ആരുമായോ സംസാരിക്കുകയായിരുന്നു എഡ്ഡി. അന്നേരമാണ് തൊട്ടടുത്ത ബെഞ്ചിൽ ഡെയ്നും അലക്സും വന്നിരിക്കുന്നത്. രണ്ടുപേരും കാര്യമായി എഡ്ഡിയെ നോക്കി ആക്കി ചിരിക്കുവാണ്. ഇത് ശ്രദ്ധിച്ച എഡ്ഡി കോൾ അവസാനിപ്പിച്ചു ഇരുവരെയും ഒന്ന് നോക്കി. അന്നേരം രണ്ടും അവനെ മൈൻഡ് ചെയ്യാതെ എന്തൊക്കെയോ സംസാരിക്കുവാണ്. അതെ, എന്തെങ്കിലും പറയാനുണ്ടല്ലേ, മുഖത്ത് നോക്കി പറ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും നോക്കി. എടാ, നീ ഇത്രയും വലിയ ബുദ്ധിയില്ലാത്തവനായല്ലോ. ആദ്യ രാത്രിയിൽ തന്നെ കെട്ടികളുടെ നടുവൊടിച്ചു വന്നിരിക്കുന്നു. ഇത്രയും ധൃതി കാട്ടണമായിരുന്നോ? ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. അയിനെന്ന് ചോദിച്ചാൽ ആക്രാന്തം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമായിരുന്നു. അത് ശരി, ഡോക്ടർ സാറും പോലീസ് ഏമാനും ലീവ് എടുത്ത് തന്നെ ഉപദേശിക്കാൻ ഇറങ്ങിയതാ? അതെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ കാല് സ്ലിപ്പായി വീണതാ, അല്ലാതെ നിങ്ങൾ കരുതും പോലെ ഒന്നുമല്ല. ഇതന്നെയാ ഈ സിറ്റുവേഷനിൽ എല്ലാവരും പറയാറുള്ളത്. നാളെ അവളുടെ വീട്ടുകാരെ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമല്ലേ, അപ്പോൾ എന്നാ പറയും? എനിക്ക് ആലോചിച്ചിട്ടേ തൊലി ഉരിഞ്ഞു പോകുക. എഡിയുടെ ചേട്ടൻ ഡെയ്നാണ് പറഞ്ഞത്. ശരിയാ, ഇവന് പെണ്ണ് കാണാൻ ചെന്ന് അന്ന് തന്നെ ഇത്തിരി ഓവറായിരുന്നു. ശരിയാ, 1 മാസം പട്ടിണി കിടന്ന് അവസാനം ബിരിയാണി കിട്ടിയവനെ പോലെ ആയിരുന്നില്ലേ അന്ന് അവൻ്റെ പ്രവൃത്തി. അലക്സും ഡെയ്നും രണ്ടാളും കൂടി എഡിയെ നല്ലോണം വാരുന്നുണ്ട്. ആണോ? വലിയ കാര്യമായിപ്പോയി. അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അതൊക്കെ അവിടെ കിടക്കട്ടെ. വലിയ ഡോക്ടറാണത്രേ ഡോക്ടർ. രോഗികളോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളിങ്ങനെ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിയിരിക്കായിരുന്നോ?
രോഗികളുടെ മനസ്സറിയാത്തൊരു ഡോക്ടർ. അതിനാദ്യം സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം എന്ന് മമ്മൂട്ടി സ്റ്റൈലിൽ പറഞ്ഞ് എഴുന്നേറ്റു. എന്നിട്ട് അലക്സിനെ നോക്കി പറഞ്ഞു, നിങ്ങളോടും കൂടിയാണ് ഇത് പറഞ്ഞത്. എടാ, അത് നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഇന്ന് രാത്രി സെലിബ്രേഷൻ ഉണ്ട്, അതുകൊണ്ട്. അലക്സ് തപ്പി തടഞ്ഞു. അതുകൊണ്ട് ഒന്ന് പോയ അവിടുന്ന്. ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നതേ രാത്രിയല്ലേ. രണ്ടും കെട്ടിയോൾമാരുടെ സാരി തുമ്പും പിടിച്ചാണല്ലോ നടപ്പ്. ഇന്നലെ കിട്ടിയ എനിക്ക് പോലും നിങ്ങളുടെ അത്രയൊന്നും റൊമാൻസ് വരത്തില്ല. നമ്മളൊന്നും കണ്ടില്ലെന്ന ഭാവം. അതെ, അളിയൻ കഴുത്തിലെ പിറകിലെ ആ ലിപ്സ്റ്റിക് അങ്ങ് തുടച്ച് കളഞ്ഞേക്ക്, എഡ്ഡി പതുക്കെ അലക്സിനോട് പറഞ്ഞു. ഇത് കേട്ട ഡെയിൻ ചിരി കടിച്ചു പിടിച്ചു. ഇയാളിങ്ങനെ കിണിക്കണ്ട, ജീന ചേച്ചിയുടെ പൊട്ടയെ നിങ്ങളുടെ ചെവിയുടെ പിറകിൽ നല്ല പോലെ ഒട്ടിക്കിടപ്പുണ്ട്. എഡ്ഡി ഡെയിനിനെ നോക്കി പറഞ്ഞതും അങ്ങേരും ഇഞ്ചി കടിച്ചതുപോലെയായി. രണ്ടിൻ്റെയും ഇരിപ്പ് കണ്ടു എഡ്ഡി ചിരി ഉള്ളിലൊതുക്കി നടന്നു നീങ്ങി. അവന് പോയതും കിട്ടിയ ഡെയിൻ അലക്സിനെ നോക്കി ചോദിച്ചു. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അതുകൊണ്ട് ഇനി അവൻ എന്നാ വേണേലും ചെയ്തോട്ടെ, നമുക്കെന്താ അല്ലേ. അത് നമുക്കെന്താ. ശേഷം രണ്ടും ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റ് നടന്നു. എഡ്ഡിയുടെ വീട്ടിൽ 12 മണി കഴിഞ്ഞതും ന്യൂ ഇയർ ആഘോഷം പൊടിക്കുവാണ്. അപ്പച്ചനും അമ്മച്ചിയും സോഫിയും അലക്സും നോഹമോളും ഡെയിനും ജീനയും എസ്തറും എല്ലാവരും കൂടി പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ്. ഡെൽമക്കാണിൽ നടക്കാൻ പറ്റാത്തത് മൂലം മുറിയിലിരിപ്പാണ്. അന്നേരാണ് എഡ്ഡി മുറിയിലേക്ക് കയറി വന്നത്. അവനെ കണ്ടതും ഡെൽമ മൂക്കം വീർപ്പിച്ചു. അവൻ അവളുടെ അരികിൽ ചെന്നു മൂക്ക് പിടിച്ച് വലിച്ചു. ഇച്ചായൻ്റെ കൊച്ചു പെനക്കാണോ? ആ അതെ, നിങ്ങൾ കാരണം ഞാനിവിടെ മുറിയിൽ കുത്തിയിരിക്കേണ്ടി വന്നത്. എൻ്റെ വീട്ടിലായിരുന്നല്ലേ ഞാൻ പാറി പറന്നേനെ. താഴെ നല്ല രസമായിരിക്കൂലേ. ഓ, എനിക്കതൊക്കെ കാണാൻ കൊതി തോന്നുക. നിനക്ക് താഴെ പോകണോ? ഞാൻ കൊണ്ടുപോവാം, പക്ഷേ ഒരു ഉമ്മ തരണം. എന്നാ എനിക്ക് പോകണ്ട. ഡെൽമ മുഖം തിരിച്ചു. എന്തൊരു സാധനാടി നീ. നിന്റെ ലിവറോ കിഡ്നിയോ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഒരു ഉമ്മ ചോദിച്ചിട്ട് തരാത്ത നീ ഭാവിയിൽ എനിക്ക് വല്ല കിഡ്നിയുടെയോ ലിവറിൻ്റെയോ അസുഖം വന്നാലേ നിന്നെ പ്രതീക്ഷിക്കണ്ടല്ലേ. ആ വേണ്ട, എൻ്റെ കിഡ്നി കിട്ടുമെന്നേ സ്വപ്നത്തിൽ പോലും ഇയാൾ കരുതണ്ട. എൻ്റെ 2 കിഡ്നിയിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് തന്നാലേ ശേഷം ഭാവിയിൽ എൻ്റെ ഒറ്റ കിഡ്നി എങ്ങാനും ഫെയിലിയർ ആയാൽ ഞാൻ പിന്നെ കിഡ്നിക്ക് പോയി എവിടെ തെണ്ടും. ഹോ, എൻ്റെ കിഡ്നി മാച്ച് ആയാൽ പോലും ഞാനിനി സ്വീകരിക്കില്ല. ഇത്രയും വൃത്തികെട്ട കിഡ്നി വെച്ച് ജീവിക്കുന്നതിൽ ഭേദം അന്തസ്സായി മരിക്കുന്നത് തന്നെയാണ്. അതെ, ഇപ്പം നിങ്ങൾക്ക് കിഡ്നിക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ചുമ്മാ വട്ട് പറഞ്ഞ സമയം കഴിഞ്ഞ് എൻ്റെ സമനില തെറ്റിക്കാതെ ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ല പിന്നെ. അവളത് പറഞ്ഞ് തീരും മുന്നേ എഡ്ഡി അവളെയും കൈകളിൽ കോരിയെടുത്ത് നടന്നു. എവിടേക്കായി പോണത്? നിനക്ക് എവിടേക്കാ പോകേണ്ടത് അത് പറ, ഞാൻ കൊണ്ടുപോവാം. എഡ്ഡി അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. എവിടെയും കൊണ്ടുപോവോ? നീ പറഞ്ഞോടി. ശരി, ആദ്യം ഇവിടുത്തെ പരിപാടി കഴിയട്ടെ, അതിനുശേഷം ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഡെൽമ അത് പറഞ്ഞത് എഡ്ഡി ശരിയെന്ന് പറഞ്ഞു. അവളെയും കൊണ്ട് താഴേക്ക് ചെന്നു. അവളെ അവിടെ ഒരു കസേരയിട്ട് ഇരുത്താൻ തുടങ്ങിയതും അവൾ പറഞ്ഞു, ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല എന്നും പറഞ്ഞ് തുള്ളിച്ചാടി എല്ലാവരുടെയും കൂടി പടക്കം പൊട്ടിച്ചു. മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരുടെയും ഇടയിൽ കൂടി അടിച്ചു പൊളിക്കുവാണ്. കയ്യിൽ പൂത്തിരി കത്തിച്ച് കൊച്ചു കുട്ടികളെപ്പോലെ തുള്ളി ചാടുന്നുണ്ട്. ഇത് കണ്ടിട്ടാണ് എഡ്ഡി അവളുടെ അരികിലേക്ക് വന്നത്. കള്ളി, ഇത്ര നേരം എന്നെ കൊണ്ട് നിന്റെ കാര്യങ്ങൾ മൊത്തം ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം കണ്ടോ, വേദനയുമില്ല മാങ്ങാത്തൊലിയുമില്ല. കള്ളി പെണ്ണെ, മുറിയിലെത്തിക്കോട്ടെ, നിനക്ക് കാണിച്ചു തരാട്ടാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഈ എക്സൈറ്റ്മെൻറ്റ് കാരണം വേദന അറിയാഞ്ഞിട്ടാ. നേരത്തെ ശരിക്കും വേദന ഉണ്ടായിരുന്നു. മനസ്സിലായി. പിന്നെ നടന്നത് കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും പരസ്പരം വായിക്കിട്ട് കൊടുക്കുവാണ്. ഡെൽമയും ബാക്കി എല്ലാവർക്കും വായിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അവരോട് വാങ്ങി കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എഡ്ഡി ശ്രദ്ധിക്കുന്നുണ്ട്. എഡ്ഡി കോപ്പേ, സ്വന്തം കിട്ടിയവനായി എനിക്കൊരു കഷ്ണം കേക്ക് പോലും തരാത്ത നീ എവിടുത്തെ ഭാര്യയാടി. ഓ, ഇനിയിപ്പോൾ ഞാൻ കേക്ക് തന്നില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിൽ ഒരു കഷ്ണം കേക്ക് വെച്ചു കൊടുത്തു. ഓ, പിന്നെ കേക്ക് തിന്നാനുള്ള പൂതി കൊണ്ട് പറഞ്ഞതാണല്ലോ എന്നും പറഞ്ഞ് അവളുടെ വായ്ക്കകത്തേക്ക് എന്നെ തള്ളിക്കൊടുത്തു. അവൻ വണ്ടിയുടെ കീ എടുത്ത് നടന്നു. വരുന്നുണ്ട്, വാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം എന്ന് എഡ്ഡി പറഞ്ഞതോ ഡെൽമ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. എനിക്ക് മാത്രമേ ഈ സ്നേഹമൊക്കെ ഉള്ളൂ. എഡ്ഡി വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഡെൽമ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ഡെൽമയാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നില്ല, കാരണം അവൾ വഴിയരികിലെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ നോക്കി കാണുവാണ്. എഡ്ഡിയുടെ വണ്ടി ഡെൽമയുടെ വീടിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞതും ഡെൽമ എഡ്ഡിയൊന്ന് നോക്കി. എഡ്ഡി അവളെ മൈൻഡ് ചെയ്തതേ ഇല്ല. വണ്ടി വീടിൻ്റെ മുൻവശത്ത് നിർത്തിയതും എല്ലാവരും മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും ഡെൽമ പരിസരം മറന്ന് എഡ്ഡിയുടെ കവളിൽ അമർത്തി മുത്തി താങ്ക്സും പറഞ്ഞ് തുള്ളിച്ചാടി പോയി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ഉമ്മയുടെ ഹാങ് ഓവറിൽ നിന്ന് മുക്തനായ എഡ്ഡി വണ്ടിയിൽ നിന്നിറങ്ങി എല്ലാവരുടെയും കൂടി ആഘോഷത്തിൽ പങ്കുചേർന്നു. തിരിച്ചു മടങ്ങാൻ നേരം ഡെൽമയുടെ മുഖം വിടർന്നിരുന്നു. ഒരു കഷ്ണം കേക്കും കയ്യിൽ പിടിച്ചു ഡെൽമ വണ്ടിയിൽ കയറിയതും എഡ്ഡി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. വണ്ടി നീങ്ങി തുടങ്ങിയതും, ഡോ IPS, ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി ഞാൻ കേക്ക് തന്നില്ല എന്ന് കാരണം കൊണ്ടേ തൻ്റെ ഈ വശം കുളമായെന്ന് വേണ്ട എന്നും പറഞ്ഞ് അവളുടെ കയ്യിലുള്ള കേക്ക് അവൻ്റെ വായ്ക്ക് നേരെ നീട്ടിയതും എഡ്ഡി വണ്ടി ഒതുക്കി നിർത്തി.
അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു കേക്ക് ആസ്വദിച്ച് കഴിക്കുവാണ്. അവസാനം ക്രീം പറ്റി അവളുടെ വിരലുകൾ കൂടി അവൻ നുണയാൻ തുടങ്ങി. അന്നേരം അവളിൽ വെപ്രാളം നിറഞ്ഞു. എനിവേ താങ്ക് യു മൈ ഡിയർ വൈഫി. ഇവിടെ കൊണ്ടുവന്നതിനുള്ള കൂലിയാണോ ഇത്? എന്നാൽ വേണ്ടായിരുന്നു, കൂലി ഞാൻ നേരത്തെ തന്നതാണല്ലോ. ഇതേ ടിപ്പാണ്. ഓ, അപ്പോൾ അത് കൂലിയായിരുന്നോ? ഞാൻ കരുതി സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് തന്നതാണെന്ന്. എന്നാലേ എനിക്കത് വേണ്ട, കയ്യിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ കവളിലെ ചിരിയോടെ ഉമ്മ വെച്ചു. ഉമ്മ വെക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും കളഞ്ഞേക്കരുത്. ഹേ, ഞാനങ്ങനെ കളയോ? എന്നാലും ആദ്യമായി നീ ഒരു ഉമ്മ തന്ന് അത് കൂലിയായി എടുത്തോ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് നല്ലോണം വിഷമമായി. അതെ, കൂടുതൽ സെഞ്ചരിച്ച് സാറ് സീനാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇനി അബദ്ധവശാൽ പോലും ഉമ്മ കിട്ടാൻ പോണില്ല. അതുകൊണ്ട് ഇയാൾ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക് എന്നവൾ പറഞ്ഞതും എഡ്ഡി അവളെ ഒന്ന് നോക്കി പുഞ്ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു.